ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगुणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगुणललिता शिवशाखान्वितं ये कृष्णा करुणा सिंधु दीनबंधो जगतपते गोपेश गोपिका कांदा राधा कांदा नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। के हरे कृष्ण हरि ओम तत्सत। ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് മൂന്നാമത്തെ അധ്യായം 12ാമത്തെ ശ്ലോകം മുതൽ അല്ലേ? അതെ പ്രഭു. ഓക്കെ. ഹരേ കൃഷ്ണ. നീതു മാതാജി കുറെ ദിവസമല്ലേ കണ്ടിട്ട്? കഴിഞ്ഞ ആഴ്ച ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പൊ അത് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാം തൈർദത്താൻ അപ്രദായിഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. ഓക്കെ. നീതു മാതാജി വായിക്കുന്നു. ശ്ലോകം 12 അല്ലേ പ്രഭു? 12. കൃഷ്ണ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാ തൈർദത്താന പ്രദായൈഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സ. ട്രാൻസ്ലേഷൻ ശ്രീദേവി മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ജീവിതത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ദേവന്മാർ യജ്ഞത്താൽ സന്തുഷ്ടരായി ആവശ്യ വിഭവങ്ങളെല്ലാം മനുഷ്യർക്ക് നൽകും. ഈ അനുഗ്രഹങ്ങളെ ആ ദേവന്മാർക്ക് തിരിച്ചു സമർപ്പിക്കാതെ മുഴുവനും ആസ്വദിക്കുന്നവൻ ചോരൻ തന്നെയാണ്. ഹരേ കൃഷ്ണ. Hare Krishna. In charge of the various necessities of life, the demigods, being satisfied by the performance of yajna, will supply all necessities to you. But he who enjoys such gifts without offering them to the demigods in return is certainly a thief. എന്താണ് ഭഗവാൻ പറയുന്നത്? കർമ്മകാണ്ഡ സെക്ഷൻ, കർമ്മകാണ്ഡത്തിനെ പറ്റിയാണ് പറയുന്നത്. എന്താണ്? നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അല്ലേ? മഴയ്ക്ക് മഴ ഉണ്ട്, വെയിലിന് വെയിലുണ്ട്, അഗ്നിക്ക് അഗ്നിയുണ്ട്, വായുവിന് വായുണ്ട്. ഇതെല്ലാം നമ്മൾ അങ്ങനെ ഒരുപാട് നേച്ചറിൽ പല വെജിറ്റബിൾസും പല അതർ ഐറ്റംസ്, ഓക്കെ, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, പിന്നെ ഗ്രെയിൻസ്, ഗ്രാംസ്, ഒരുപാട് അല്ലേ? പിന്നെ നമ്മുടെ എന്താണ് പറയുക, മിനറൽസ്, ഇതെല്ലാം നമുക്ക് പ്രകൃതി തരുന്നുണ്ട്. മൗണ്ടൻസ് ഉണ്ട്, വാലീസ് ഉണ്ട്, അതിന് ഒരുപാട് ഖനികൾ, സ്വർണം ലൈക്ക് ഗോൾഡ് ആൻഡ് അതർ പ്രീഷ്യസ് മെറ്റൽസ് എല്ലാം ഇത് പ്രകൃതി തരുന്നുണ്ട്. നമ്മൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ?
പക്ഷെ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നു കള്ളന്മാരെ പോലെ. എന്നിട്ട് അതിന് ഒരു കൃതജ്ഞത കൂടി പറയുന്നില്ല. ഒന്നും നമ്മളുടേതല്ല, നമ്മളുടെ യാതൊരു പാർട്ടിസിപ്പേഷൻ ഇതിലില്ല. ഇതെല്ലാം ഭഗവാൻ തരുന്നതാണ്. പക്ഷെ ആ ഭഗവാൻ തരുമ്പോൾ ഇതിന് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണ്ടേ? അതുകൂടിയില്ല. അതാണ് പറയുന്നത്, നമ്മള് ആ ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത കാണിക്കാതെ നമ്മളിതെല്ലാം അനുഭവിക്കുമ്പോൾ നമ്മൾ എന്തായിത്തീരുന്നു? എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? തീഫ്. certainly a thief. അല്ലേ? നമ്മൾ എങ്ങനെയാണ് ഇതിനെല്ലാം ഒരു കൃതജ്ഞത കാണിക്കുന്നത്? നമ്മളെല്ലാം ഇത് ആസ്വദിക്കുന്നുണ്ട്, എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാം. എന്ത് തരത്തിലാണ് നമ്മൾ തിരിച്ചൊരു താങ്ക്സ്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത്? എന്തെങ്കിലും തരത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എന്താണ്? നമ്മൾ ആരാണ്? ചോരന്മാര്, കള്ളന്മാര്. അതാണ് ഭഗവാൻ പറയുന്നത് അല്ലെ? നമ്മളെല്ലാം വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ഇതെല്ലാം നമ്മുടേതാണ്, നമ്മൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. അറ്റ്ലീസ്റ്റ് നമ്മള് തിരക്കുള്ള സ്ഥലത്ത് കൂടെ പോയാൽ നമ്മൾ ഒരാൾ മറ്റാളെ അറിയാണ്ട് തട്ടി, ഉടനെ നമ്മൾ എന്ത് പറയും? സോറി. അല്ലേ? അറിയാണ്ട് തട്ടിപ്പോയാ സോറി ഇട്ടു അല്ലേ? പക്ഷെ ഇവിടെ അതൊരു വളരെ നെഗ്ലിജന്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നമ്മൾ എന്തെല്ലാമാണ് ഈ പ്രകൃതിയിൽ നിന്ന് ആസ്വദിക്കുന്നത്. ഭഗവാൻ എന്തെല്ലാം തരുന്നു. അതിന് എത്രയൊക്കെ തന്നിട്ടും നമ്മൾ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ദാറ്റ് ഇറ്റ്സ് മെന്റ് ഫോർ us. വി ഡോണ്ട് ഈവൻ സേ താങ്ക്സ്. ഒരു പ്രാവശ്യമെങ്കിലും അതിന് നന്ദി പറയുന്നില്ല. അപ്പൊ നമ്മൾ എത്ര വലിയ കള്ളന്മാരാണ്, ആലോചിച്ച് നോക്കൂ അല്ലെ? അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അർജുനോട്. ഇൻ ചാർജ് ഓഫ് വേരിയസ് നെസസിറ്റീസ് ഓഫ് ലൈഫ്. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ് ജീവിതത്തിൽ, പക്ഷെ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. പക്ഷെ ഇതെല്ലാം നമുക്ക് ഭഗവാൻ കനിഞ്ഞു തരുന്നു. ആര് മുഖേന തരുന്നത്? ദേവതമാർ മുഖേന അല്ലെ? ഡെമിഗോഡ്സ്. അപ്പോൾ ബീങ് സാറ്റിസ്ഫൈഡ് ബൈ ദ പെർഫോമൻസ് ഓഫ് യജ്ഞ will supply all necessities to you. But he who enjoys such gifts without offering them to the demigods in return is certainly a thief. എന്നാണ് പർപ്പൂട്ടിൽ പ്രഭുപാദ പറയുന്നത്. നോക്കാം. The demigods are authorized supplying agents on behalf of the Supreme Personality of Godhead Vishnu. നമ്മളുടെ ഓഫീസിലെ മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഒക്കെ ഓത്തറൈസ്ഡ് ഏജൻസ് ആണ്. ആരുടെ? The owner of the company. The owner of the company has appointed authorized agents, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, മാനേജേഴ്സ് ഒക്കെ. അവരിത്രയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലും ഡെമിഗോഡ്സ് ആർ ദ ഓത്തറൈസ്ഡ് ഏജൻസ് ടു സപ്ലൈ ഓൾ നെസസിറ്റീസ്. സോ therefore they must be satisfied by the performance of prescribed യജ്ഞം. അപ്പൊ അവരിതെല്ലാം തരുന്നുണ്ട്, അവരെ നമ്മളെ യജ്ഞങ്ങളെ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തണം. In the Vedas there are different kinds of yajnas prescribed for different kinds of demigods, but all are ultimately offered to Supreme Personality. അപ്പൊ നമ്മൾ വിവിധ തരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്, ദേവി ദേവതമാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി, പ്രീതിപ്പെടുത്താൻ വേണ്ടി. Ultimately it goes to Supreme Personality of Godhead. For one who cannot understand what the personality of Godhead is, sacrifice to the demigod is recommended. അപ്പൊ ആരാണ്? പല ആൾക്കാർക്കും അറിയില്ല അത് എവിടുന്ന് വരുന്നത്. ഓക്കെ, കാരണം പല റെക്കമെൻഡേഷൻ വേദങ്ങളുണ്ട്. അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഗോസ് ടു സുപ്രീം ലോർഡ്. പക്ഷെ അതിന്റെ വിധാനങ്ങൾ അറിയാത്ത ആൾക്കാർ എന്താണ്? ഓക്കെ, ഡെമിഗോഡ്സിനെങ്കിൽ ഡെമിഗോഡ്സ് നിങ്ങൾ ചെയ്യൂ. കാരണം വെച്ചാൽ just express your gratitude for whatever you are enjoying from the nature. പല ആൾക്കാർക്കും ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഉത്ഭവസ്ഥാനം, ഇതിന്റെ സോഴ്സ് വിഷ്ണു ആണെന്ന് അറിയാതെ അതിന്റെ റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനെ അവർ യജ്ഞങ്ങളെ കൊണ്ട് പ്രീതിപ്പെടുത്തും. ഓക്കെ, അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ഡിഫറെന്റ് മെറ്റീരിയൽ ക്വാളിറ്റീസ് ഓഫ് ദ പേഴ്സൺസ് കൺസേൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യജ്ഞാസ് ആർ റെക്കമെൻഡഡ് ഇൻ ദ വേദാസ്. നമ്മളുടെ ഗുണങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ വിവിധ തരത്തിലുള്ള യജ്ഞങ്ങള് നമ്മളുടെ വേദങ്ങളിൽ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. വർഷിപ്പ് ഓഫ് ഡിഫറെന്റ് ഡെമിഗോഡ്സ് is also on the same basis, namely according to different qualities. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇവിടെ പറയുന്നത്
The meat eaters are recommended to worship goddess Kali, the ghastly form of material nature. And before the goddess, the sacrifice of animals is recommended. But for those who are in the mode of goodness, the transcendental worship of Vishnu is recommended. But ultimately, all yajnas are meant for gradual promotion to the transcendental position. For ordinary men, at least 5 yajnas known as Pancha Maha Yajna are necessary. അപ്പോൾ നമ്മളുടെ ഗുണങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ ഡെമിഗോഡ് വർഷിപ്പ് ചെയ്യുന്നു, വിഷ്ണുവിനെ വർഷിപ്പ് ചെയ്യുന്നു, അതർ ലിവിങ് എൻറ്റിറ്റീസിനെ വർഷിപ്പ് ചെയ്യുന്നു, ഒക്കെ ലോവർ മോഡ്സില്, തമോ ഗുണത്തില്, രജോ ഗുണത്തില്, സത്വഗുണത്തില് വിവിധ വിധിവിധാനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ സത്വഗുണത്തിലെ ആൾക്കാരെ ആരാണ്? വിഷ്ണു തത്വം, വിഷ്ണുവിനെ ആരാധിക്കുന്നു. തമോ ഗുണത്തില് ദേവതമാരെ, ഡെമിഗോഡ്സിനെ, സോറി രജോ ഗുണത്തില്. തമോ ഗുണത്തില് എന്താണ്? മറ്റുള്ള ഘാസ്ലി ഫോം ലൈക്ക് കാളി, മറ്റേ ഗോസ്റ്റ്, സ്പിരിറ്റ്, നമ്മൾ പറയില്ലേ കുട്ടിച്ചാത്തൻ പറക്കുട്ടി എന്നൊക്കെ പറയില്ല, ആ കാറ്റഗറിയിലുള്ള ആൾക്കാർ, അതെല്ലാം തമോ ഗുണമാണ്. അപ്പോ തമോ ഗുണത്തിലുള്ള ആൾക്കാർ അങ്ങനത്തെ വേർഷിപ്പാ ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ്. യു ഹവ് ടു go to the higher platform of Rajoguna, from there to Sattva. But ultimately, all yajnas are meant for gradual promotion to the transcendental position. For ordinary men, at least 5 yajnas known as Pancha Maha Yajna are necessary. എന്താ പഞ്ചമഹാ യജ്ഞ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് യജ്ഞ എന്ന് പറഞ്ഞാൽ പ്രീതിപ്പെടുത്തുക. ഓക്കെ, എന്ത് ആക്ടിവിറ്റി ആണോ പ്രീതിപ്പെടുത്തുന്നത് അത് യജ്ഞം. യജ്ഞ ഇസ് റിയലി ആക്ച്വലി മെൻ ഫോർ, അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് ഫോർ വിഷ്ണു. പക്ഷെ നമ്മള് ഡെമിഗോഡ്സിനെയും യജ്ഞം ചെയ്യാറുണ്ട്, അതായത് വിഷ്ണുവിന്റെ പൊസിഷൻ അറിയാത്ത പല ആൾക്കാരും. അപ്പോ 5 തരത്തിലുള്ള യജ്ഞങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിക്ക്, അതായത് അൾട്ടിമേറ്റ്ലി ഗുഡ്നെസ്സിലല്ലാത്ത ആൾക്കാർ. ഗുഡ്നെസ് അതായത് സത്വഗുണത്തിലുള്ള ആൾക്കാർക്ക് അറിയാം വിഷ്ണു ആണെന്ന്, അല്ലാത്ത ആൾക്കാർക്ക് 5 യജ്ഞങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണത് പറയോ? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? പഞ്ചമഹായജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല? എന്തെങ്കിലും ഒന്ന് പറയൂ 5 ആരൊക്കെ പ്രീതിപ്പെടുത്താനാണ്? ഓക്കെ, ഞാൻ പറയാം. ആരൊക്കെ? ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ അല്ല, 5 പേര് പറയണം. 5 പേരെ പറയണം. 5 പേരെ നമ്മള് പ്രീതിപ്പെടുത്തണം. അഗ്നി, വായു, അതാണോ? അഗ്നി, വായു, അതാണോ? അതന്നെ. പക്ഷെ അതില് 5 പേര് പറയണം. ഭൂതയജ്ഞ, ദേവയജ്ഞ, മനുഷ്യയജ്ഞ, ബ്രഹ്മയജ്ഞ, പിതൃയജ്ഞ. ഓക്കെ, ഭൂതയജ്ഞ എന്ന് പറഞ്ഞാൽ ലിവിങ് എൻറ്റിറ്റീസിനെ എല്ലാം നമ്മൾ പ്രീതിപ്പെടുത്തണം. ഇപ്പോ നമ്മള് ചില ആൾക്കാർക്ക് ഇവിടെയൊക്കെ എൻ്റെ അമ്മയൊക്കെ ചെയ്യാറുണ്ട്, കാക്കകൾക്കും പക്ഷികൾക്കും മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ നമ്മളുടെ ഒരു ഭാഗം കൊടുക്കും, അവരെ പ്രീതിപ്പെടുത്തുക ഭക്ഷണം കഴിക്കുമ്പോൾ, ഇല്ലേ? ചെയ്യാറില്ലേ? മനുഷ്യയജ്ഞ, മനുഷ്യന്മാര് നമ്മളുടെ സെയിം ആൾക്ക് അവരെ പ്രീതിപ്പെടുത്തണം, ഫലം കൊടുത്ത് നമ്മൾ ദാനം ചെയ്തിട്ട് മതി. ഓക്കെ, ബ്രഹ്മയജ്ഞ ബ്രാഹ്മണന്മാര്, പിന്നെ ദേവയജ്ഞ ദേവന്മാര്, പിന്നെ പിതൃയജ്ഞ പിതൃക്കളെ, ഇവരെല്ലാം പ്രീതിപ്പെടുത്തണം. നമ്മൾ ശ്രാദ്ധം ചെയ്യാറില്ലേ? അങ്ങനെ 5 തരത്തിലുള്ള യജ്ഞങ്ങളാണ് ഉള്ളത്.
സേജസ്, ഋഷിവര്യന്മാർ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ നമ്മളെല്ലാവരും ഇത് ചെയ്തോളണം. നമ്മൾ വിഷ്ണുവിന് യജ്ഞം ചെയ്തില്ലെങ്കിൽ, വിഷ്ണുവിനെ ചെയ്താൽ ഇവരെല്ലാവരും അടങ്ങി. ഭഗവാൻ വിഷ്ണുവിന് നമ്മൾ യജ്ഞം ചെയ്യുമ്പോൾ ഇവരെല്ലാവരും അതിൽ ഇൻക്ലൂസീവ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് വൃന്ദാവനത്തിലെ ഭഗവാൻ തന്നെ ഇന്ദ്രന് യജ്ഞം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ നന്ദ മഹാരാജാവിനെ വിലക്കിയത്. അതിന്റെ ആവശ്യമില്ല, ഗോവർദ്ധനെ പൂജിച്ചാൽ മതി എന്ന് പറഞ്ഞു. അൾട്ടിമേറ്റ് യജ്ഞം വിഷ്ണുവിനെ യജ്ഞം ചെയ്താൽ പിന്നെ ഇവരൊന്നും ചെയ്യേണ്ട. വിഷ്ണു ഇസ് ഓൾ ഇൻക്ലൂസീവ്. അതിൽ പിതൃക്കളുണ്ട്, എല്ലാ ജീവജാലങ്ങളും ഉണ്ട്, പിന്നെ സേജസ്സും ഉണ്ട്, മനുഷ്യരെല്ലാം ഉണ്ട്. അതാണ് പറയുന്നത്. ഫോർ ഓർഡിനറി മാൻ അറ്റ്ലീസ്റ്റ് 5 യജ്ഞാസ് നോൺ ആസ് പഞ്ചമഹായജ്ഞ ആർ നെസസറി. നമ്മൾ ഓർഡിനറി മെന്നും ഉയർന്ന് പ്രവർത്തിക്കണം. അതായത് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ചാൽ മതി. എല്ലാം ഇൻക്ലൂഡ്. So one should know, however, that all the necessities of life that the human society requires are supplied by the demigods, agents of the Lord. ഭഗവാന്റെ എംപവേർഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇവരെല്ലാം. No one can manufacture anything. നമുക്ക് ഒരു നിയമങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതെല്ലാം ഭഗവാൻ തന്നെ നമുക്ക് തന്നിരിക്കുന്ന നിയമങ്ങളാണ്. അതായത് പ്രിൻസിപ്പിൾസ്, റിലീജിയസ് പ്രിൻസിപ്പിൾസ്. അതായത് എന്താണ്? യമ നിയമങ്ങൾ, പ്രിസ്ക്രിപ്ഷൻസ് ആൻഡ് പ്രൊഹിബിഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇതെല്ലാം ഭഗവാൻ തന്നെ ഉണ്ടാക്കി തരണം. ഫോർ എക്സാമ്പിൾ, all the eatables of human society. Take for example all eatables of human society. These eatables include grains, fruits, vegetables, milk, sugar, etc. for the persons in the mode of goodness. സത്വഗുണത്തിലുള്ള ആൾക്കാരുടെ എന്താണ് കഴിക്കുക? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രെയിൻസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, ഷുഗർ എറ്റ്സെട്ര. അവിടെ നോ നോൺ വെജിറ്റേറിയൻ, നോ ഫിഷ്, നോ എഗ്. സത്വഗുണത്തിലാണെങ്കിൽ. Then again, like for and also eatables for the non-vegetarian like meat, none of which can be manufactured by men. Then again, take for example heat, light, water, air, etc., which are also necessities of life. None of them can be manufactured by the human society. ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു. ഭഗവാന്റെ അറേഞ്ച്മെന്റ് കാരണം എല്ലാം നമുക്ക് പ്രകൃതിയാണ് തരുന്നത് അല്ലേ? ഇതൊന്നും നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ടതല്ല. Without the Supreme Lord, there can be no profuse sunlight, moonlight, rainfall, breeze, etc., without which no one can live. ഇപ്പോൾ മൂൺലൈറ്റ് തന്നിട്ടില്ലെങ്കിൽ നമുക്കൊരു വെജിറ്റേഷനും കിട്ടില്ല, ഒരു വെജിറ്റബിളും കിട്ടില്ല. ആ വെജിറ്റബിളിന് അതിന് ജ്യൂസും ഇതെല്ലാം കൊടുക്കുന്ന മൂണാണ്, മൂൺലൈറ്റ് കാരനാണ് അതിന് കിട്ടുന്നത്. മൂൺലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു ജ്യൂസും കിട്ടില്ല, ഒരു നറിഷ്മെന്റും കിട്ടില്ല. So even for our manufacturing enterprises, we require so many raw materials like metal, sulfur, mercury, manganese, and so many essentials, all of which are supplied by the agents of the Lord with the purpose that we should make proper use of them to keep ourselves fit and healthy for the purpose of self-realization, leading to ultimate goal of life, namely liberation from the material struggle for existence. ഇതെല്ലാം നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മള് അക്വയർ ചെയ്യാൻ പാടില്ല, കൂടുതൽ ഹോർഡ് ചെയ്യാൻ പാടില്ല. എത്ര ആവശ്യമുണ്ടോ അത്രമാത്രം. പ്രഭാത് എപ്പോഴും പറയാനുള്ള ഒരു ഇതാണ്, അതായത് ഒരു സ്ട്രീറ്റില് ഒരു ചാക്ക് അരിയേണ്ടതായിരിക്കുക, പക്ഷികൾ വന്നിട്ട് എത്ര അരിമണി വേണം അത്രയും കൊത്തിയിട്ട് അത് പോവും ഓടുന്നത് അല്ലെ. അതിനാവശ്യമുള്ളത് അതിൻ്റെ കൊക്കിൽ കൊത്തിയെടുക്കും, എന്നിട്ട് അത് സ്ഥലം വിടും. ഒരു മനുഷ്യൻ അത് കൂടെ പോവാണ് വിചാരിക്കുക, ആ ചാക്ക് മുഴുവൻ തോളിലിട്ടിട്ട് പോയിട്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയിക്കും അല്ലേ. അപ്പോൾ എത്ര ഗ്രീഡിയാണ് മനുഷ്യൻ. പക്ഷികൾ എത്ര ആവശ്യമുണ്ടോ അത് അതിൻ്റെ കൊക്കിലെടുത്തിട്ട് കൊണ്ടുപോകും. അത് കൊണ്ടുപോയിട്ട് ഹോഡ് ചെയ്യുന്നില്ല, സംഭരിക്കുന്നില്ല. നമ്മളങ്ങനെയല്ല, നമുക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു നേരത്തെ ഭക്ഷണത്തിനല്ലേ, എത്ര വേണം അത് മാത്രം എടുത്തിപ്പില്ല, നമ്മൾ ആ ചാക്ക് മുഴുവൻ കൊണ്ടുപോകും.
മറ്റുള്ളവർക്ക് നമ്മൾ ഡിപ്രൈവ് ചെയ്യും അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എത്ര ആവശ്യമാണോ അത്ര മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അത് നമ്മളുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. This aim of life is attained by performance of yajnas. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അപ്പൊ നമ്മളുടെ ആ പർപ്പസ്, ലൈഫിന്റെ പർപ്പസ്, അൾട്ടിമേറ്റ് ഗോൾ എങ്ങനെ അത് സാക്ഷാത്കരിക്കാം എന്നാണ് പറയുന്നത്. യജ്ഞങ്ങൾ ചെയ്ത്, യജ്ഞങ്ങൾ പറഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തിട്ട്, എന്താണോ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നത് അതിനെ യജ്ഞ എന്ന് പറയുന്നു. If you forget the purpose of human life and simply take supplies from the agents of the Lord for sense gratification and become more and more entangled in the material existence, which is not the purpose of creation, certainly we become thieves and therefore we are punished by the laws of many nature. അപ്പോൾ നമ്മൾ അനാവശ്യമായിട്ട് ഓവർ എക്വയർ ചെയ്യാണ്, അതിനെ മിസ്യൂസ് ചെയ്യാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ പ്രകൃതി നമ്മളെ ശിക്ഷിക്കും, നമുക്കറിയുന്നില്ല. നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ക്ലേശങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കാരണമാണ്. നമുക്കറിയുന്നില്ല ഇത് എന്താണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ ദുഃഖങ്ങളും അങ്ങനെ ക്ലേശങ്ങളൊക്കെ വരുന്നത്? ഇതെല്ലാം നമ്മളെ അനാവശ്യമായിട്ട് ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ഇതിനെ മിസ്യൂസ് ചെയ്യുന്നു, ഇതിനെ വേസ്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് കിട്ടുന്നത് കൂടി നമ്മൾ അപഹരിക്കുന്നു. ഇതെല്ലാം എന്താണ്? പാപകർമ്മങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ആ കർമ്മത്തിന്റെ റിസൾട്ട് അത് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. A society of thieves can never be happy because they have no aim in life. The gross materialist thieves have no ultimate goal of life. They simply directed to sense gratification, nor do they have knowledge of how to perform yajnas. അപ്പോൾ ഇന്നത്തെ എസ്പെഷ്യലി കലികാലത്ത് എല്ലാവർക്കും എൻജോയ് ചെയ്യണം. എല്ലാവരെക്കാളും കൂടുതൽ വേണം. ഓക്കെ, ഇപ്പൊ എനിക്ക് 10 കിട്ടിയാൽ മറ്റുള്ളവർക്ക് അടുത്തുള്ള നെയ്ബറിന് 20 വേണം, അയാൾക്ക് 20 കിട്ടിയാൽ എനിക്ക് 30 വേണം. അങ്ങനെ കോമ്പറ്റീഷനാണ് അല്ലേ? അപ്പൊ അതെല്ലാം നമ്മൾ മിസ്യൂസ് ചെയ്യാണ്. ഭഗവാന്റെ ആ പ്രോപ്പർട്ടി, ഭഗവാന്റെ അസറ്റ്സ് ഇതെല്ലാം നമ്മളുടെ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടി, ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്നു, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. Lord Chaitanya, however, inaugurated the easiest performance of yajna. എന്താണ് easiest performance of yajna? Namely the Sankirtana yajna, which can be performed by anyone in the world who accept the principle of Krishna consciousness. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിരിക്കുന്ന വളരെ സരളമായിട്ടുള്ള ആ യജ്ഞമാണ് സങ്കീർത്തന യജ്ഞ, നാമ സങ്കീർത്തന യജ്ഞ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് കലികാലത്തിൽ പറഞ്ഞിരിക്കുന്നത് നാമസങ്കീർത്തന യജ്ഞം. അപ്പൊ ഭഗവാനെ സ്തുതിച്ചിട്ട് നമ്മള് അതായത് യജ്ഞം ചെയ്തിട്ട് സ്തുതിക്കുക, അങ്ങനെ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നാണ് പറയും. അപ്പൊ നമ്മളെല്ലാവരും ഭഗവാനിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അതിന് നമ്മൾ കടപ്പെട്ടവരാണത്. വി ആർ ഇൻഡെപ്റ്റഡ് ഫോർ വാട്ട് എവർ വി ആർ ഗെറ്റിംഗ് ഫ്രം സുപ്രീം ലോർഡ്. പ്രകൃതിയിൽ നിന്ന് തരുന്ന എല്ലാം ഭഗവാൻ തരുന്നതാണ്. അപ്പൊ അതിന് നമ്മൾ അറ്റ്ലീസ്റ്റ് വി ഷുഡ് എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ്. അത് ചെയ്യാത്തിടത്തോളം കാലം നമ്മള് വി ആർ തീവ്സ് എന്നാണ് പറയുന്നത്. വി ആർ മോഷ്ടാക്കളാണ്, നമ്മൾ കള്ളന്മാരാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, this 12. When there any questions or any comments? ഹരേ കൃഷ്ണ പ്രഭുജി, ആ പഞ്ചയജ്ഞങ്ങൾ ഒന്നുകൂടെ പറയൂ. ഭൂതയജ്ഞ, പിതൃയജ്ഞ, പിന്നെ മനുഷ്യയജ്ഞ, പിന്നെന്താണ് ബ്രഹ്മയജ്ഞ. ആയോ? ദേവയജ്ഞ. ഒന്നും കൂടെ ഉണ്ട്, ദേവയജ്ഞ. വേറെന്തെങ്കിലും?
അല്ലെങ്കിൽ അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. നമുക്ക് ടെക്സ്റ്റ് 13. യജ്ഞശിഷ്ടാശിനാ സന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭുഞ്ജതേ തേ ത്വകം പാപ യേ പചന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനാ സന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭുഞ്ജതേ തേ ത്വകം പാപ യേ പചന്ത്യാത്മകാരണാത്. ഗീത മാതാജി. ഹേ കൃഷ്ണ. യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകിൽബിഷേ ഭുഞ്ജതേ തേ ത്വക്കം പാപ യേ പചന്ത്യാത്മകാരണാത്. ഓക്കെ, യമുന മാതാജി എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു. ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവൻ പാപത്തെയാണ് ഭുജിക്കുന്നത്. പാവാർത്ഥം വായിക്കണം. വേണ്ട വേണ്ട, വിവർത്തനം മാത്രം. ഓക്കെ, എന്താണ് പറയുന്നത്? The devotees of the Lord are released from all kinds of sins because they eat food which is offered first for sacrifice. Others who prepare food for personal sense enjoyment verily eat only sin. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകമാണ്. എന്താണ് കാരണം? ഭഗവാന്റെ ഭക്തന്മാര് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തരാകുന്നു. കാരണം എന്താണ് പറയുന്നത്? അവര് എന്താണ് കഴിക്കുന്നത്? ഭഗവാന് സമർപ്പണം ചെയ്തിട്ട്, ഭഗവാന് അത് അർപ്പണം ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ റെമനൻസ് ആണ് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന എന്ത് കഴിച്ചാലും ശരി, അന്ന് യാതൊരു പാപകർമ്മങ്ങളും നമുക്ക് കിട്ടുന്നില്ല. അതേസ് മറ്റുള്ളവര് who prepare food for personal sense enjoyment verily eat only sin. മറ്റുള്ളവർ, അതായത് ഭക്തന്മാർ അല്ലാത്ത ആൾക്കാര്, അവര് ഭഗവാന് അർപ്പിക്കാതെ ഭോഗ കഴിക്കുന്നു. ഭോഗ മീൻസ് എന്താണ്? എൻജോയ്മെന്റ്. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് കഴിക്കുന്നത്. ഭഗവാന് സമർപ്പണം ചെയ്യാതെ നമ്മൾ കഴിക്കുമ്പോൾ എന്താണ്? നമ്മൾ പാപമാണ് കഴിക്കുന്നതെന്ന് പറയുന്നത്. നമ്മളത് ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ഭഗവാൻ നമ്മുടെ പാപകർമ്മങ്ങളെല്ലാം ഇല്ലാതാക്കുന്നു. കാരണം വെജിറ്റബിൾസ് അതും ജീവനുണ്ടല്ലോ അല്ലേ? അതിനെ നമ്മൾ കഴിക്കുന്നു. പക്ഷേ അത് നമ്മുടെ കോട്ടയായതുകൊണ്ട് നമുക്ക് വേറൊരു വഴിയില്ല. നമ്മുടെ സർവൈവലിന് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. അത് നമ്മളുടെ കോട്ടയാണ്. വെജിറ്റബിൾസ് അതിനും ജീവനുണ്ട്, മൃഗങ്ങൾക്കും ജീവനുണ്ട്. പക്ഷെ എന്താണ് അന്തരം? മൃഗങ്ങൾക്കും ജീവനുണ്ട്, വൃക്ഷങ്ങൾക്കും ചെടികൾക്കും ഒക്കെ ജീവനുണ്ട്. പക്ഷെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടും പാപം തന്നെയല്ലേ? രണ്ടും ഒരേ പാപമാണോ? ഒരേ തലത്തിലുള്ള പാപങ്ങളാണോ? അല്ല. എന്താണ് വ്യത്യാസം? വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള പറഞ്ഞ ഇറച്ചി, മുട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് പാപകർമ്മങ്ങളിൽ പെടുന്നത്. സസ്യഭുക്കുകളായിട്ടുള്ളവര് അത് ഒഴിവായി വരുന്നതും. ക്ലിയർ ആവുന്നില്ലേ മാതാജി? ഒന്നുകൂടി മൈക്കിന്റെ അടുത്ത് പറയൂ. എന്താ പറയുന്നത്? ഇറച്ചി, മീൻ അങ്ങനെയൊക്കെയുള്ള കഴിക്കുന്നത് പാപകർമ്മങ്ങളിൽ പെടുന്നത്. നമ്മള് വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്നത് വെജിറ്റബിൾസിന്റെ സെൻസസ് എന്ന് പറയുന്നത് വളരെ ലോ ഇതാണ്. അപ്പൊ അവര് അത് നമ്മൾ പൊട്ടിക്കുമ്പോ അത്രക്ക് ഇതില്ല. അതാണല്ലേ പ്രഭുജി? യെസ്, തീർച്ചയായിട്ടും. അതായത് രണ്ടുപേരും പറഞ്ഞ് ശരിയാണ്. അതായത് നമ്മൾ വെജിറ്റേറിയൻസ് ആണ്. നമ്മളുടെ ഭക്ഷണം ഭഗവാൻ മനുഷ്യർക്ക് പറഞ്ഞത് വെജിറ്റബിൾസ് ആണ്. ആനയ്ക്ക് എന്താണ്? പട്ട, അത് വെജിറ്റേറിയൻ ആണ്. സിംഹത്തിന് എന്താണ്? നോൺ വെജിറ്റേറിയൻ അല്ലേ? കുതിരയ്ക്ക് എന്താണ്? പശുവിന് എന്താണ്? ഓരോരുത്തർക്കും ഓരോ കോട്ട ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വ്യതിചലിക്കാൻ പാടില്ല. മനുഷ്യർക്കും കോട്ട വന്നിരിക്കും വെജിറ്റബിൾസ് ആണ്. ജീവോ ജീവസ്യ ജീവനം എന്ന് പറഞ്ഞ ഒരു ജീവൻ മറ്റൊരു ജീവിയെ ആശ്രയിച്ച് ജീവിക്കുന്നു ഭക്ഷണത്തിന് അല്ലേ? അങ്ങനെയല്ലോ സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആവുന്നത്. ഒരു ജീവി മറ്റൊരു ജീവിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. നമ്മളും മറ്റു ജീവികളെ ആശ്രയിച്ച് ജീവിക്കുന്നു. പക്ഷെ നമുക്കുള്ള കോട്ട വെജിറ്റേറിയൻ ആണ്.
അതും എങ്ങനെ ചെയ്യണം? നമ്മള് ഹയർ ലെവലിലെ ആൾക്കാണ്, ഡെവലപ്ഡ് കോൺഷ്യസ്നെസ് ഉള്ള ആൾക്കാരാണ്. ഡെവലപ്ഡ് കോൺഷ്യസ്നെസ്സും ലെസ് അണ്ടർ ഡെവലപ്ഡ് കോൺഷ്യസ്നെസ് ആൾമോസ്റ്റ് നില്ലാണ് അവരുടെ കോൺഷ്യസ്നെസ് ഈ വെജിറ്റബിൾസിൽ. അപ്പൊ നമ്മൾ വെജിറ്റബിളിന്റെ ഒരു പൂവ് എടുത്താലും ഒരു ഫലം എടുത്താലും ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ഇല എടുത്താലും നമ്മളുടെ മുടി മുറിക്കുന്നതിന് തുല്യമാണ്, അല്ലെങ്കിൽ നഖം മുറിക്കുന്നതിന് തുല്യമാണ്. അവർക്ക് പെയിൻ പ്ലഷർ ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അവരുടെ നെർവസ് സിസ്റ്റം മാതാജി പറഞ്ഞ പോലെ നോട്ട് ഡെവലപ്ഡ് ലൈക്ക് അവേഴ്സ്. അതുകൊണ്ട് അവർക്ക് പെയിൻ ആൻഡ് പ്ലഷർ വളരെ വളരെ മിനിമമാണ്, വളരെ മിനിമമാണ്. അപ്പൊ നമ്മളുടെ മുടി കട്ട് ചെയ്താൽ നമുക്ക് പെയിൻ ഉണ്ടാവുമോ? നഖം കട്ട് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടാവും ഇല്ല. അതേപോലെ നമ്മൾ അതിൻ്റെ ഒരു കായ അല്ലെങ്കിൽ ഒരു ഫലം നമ്മൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ പൂവ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഇല എടുക്കുകയാണെങ്കിൽ അതിന് വേദന ഉണ്ടാവില്ല. പക്ഷെ നേരെ മറിച്ച് അതേപോലെ ഒരു ടൊമാറ്റോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന് വേദന ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, നേരെ മറിച്ച് ഒരു ആടിന്റെ തല വെട്ടുമ്പോൾ അതിന് വേദന ഉണ്ടാവില്ലേ? ഒരു ടൊമാറ്റോ അതിന്റെ ചെടിയിൽ നിന്ന് എടുക്കുന്നതും ഒരു ആടിന്റെ തല വെട്ടുന്നതും ഒന്നാണോ? രണ്ടിനും ജീവനുണ്ട് അല്ലേ? രണ്ടിനും ജീവനുണ്ട്. പക്ഷെ ഇവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ പാപം? ആടിന്റെ തല വെട്ടണം. കാരണം അത് നമ്മളെപ്പോലെ തന്നെ അതിന് പെയിൻ ആൻഡ് പ്ലഷർ ഉണ്ട്. നമുക്ക് എങ്ങനെ വേദനയുണ്ടോ അതേപോലെ അതിനും വേദനയുണ്ട്. പക്ഷെ ഒരു ടൊമാറ്റോ ചെടിക്കോ അല്ലെങ്കിൽ വേറെ വല്ല എന്തെങ്കിലും വെജിറ്റബിളിന്റെ ചെടിക്കോ വൃക്ഷത്തിനോ അതേപോലെ പെയിൻ ആൻഡ് പ്ലഷർ ഇല്ല. പക്ഷെ അതും പാപമാണ്. പക്ഷെ അത് ആ പാപത്തിൽ നിന്ന് മുക്തരാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നും ഭഗവാന് സമർപ്പണം ചെയ്യുന്നു. അപ്പൊ അതിന്റെ ആ ചെറിയ പാപം അത് ഭഗവാൻ അതില്ലാതാക്കുന്നു. എന്നാൽ ആൾക്കാർക്ക് ചോദിക്കാം, എന്നാൽ ആടിനെ വെട്ടിയിട്ടും ഭഗവാൻ ഓഫർ ചെയ്തൂടെ? അത് പറ്റില്ല. കാരണം അത് നമ്മുടെ കോട്ടയല്ല. ഭഗവാൻ പ്രത്യേകം അതിന്റെ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി അപ്രയച്ചതി തഥാം ഭക്തി ഔപഹൃതം അസ്നാമി പ്രേതാത്മന. പത്രം പുഷ്പം ഫലം തോയം ഇതൊക്കെ എനിക്ക് സ്നേഹത്തോടു കൂടിയിട്ട് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ ഞാനത് ചെയ്യും. അല്ലാണ്ട് ചിക്കണം മട്ടണം മണ്ടണം എന്ന് പറഞ്ഞിട്ടില്ല അവിടെ. അപ്പൊ അത് നമ്മള് ഭഗവാന് സമർപ്പണം ചെയ്യാനും പാടില്ല, നമ്മൾ കഴിക്കാനും പാടില്ല. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, വെജിറ്റബിൾസ് ആൻഡ് നോൺ വെജിറ്റേറിയൻ. അപ്പൊ അവർക്ക് ജീവനുണ്ട്, എല്ലാവർക്കും ജീവനുണ്ട്. പക്ഷെ ഇവരെല്ലാം ഹൈലി ഡെവലപ്ഡ് കോൺഷ്യസ്നെസ് ഉള്ള ആൾക്കാരാണ്. അതിൽ ഏറ്റവും ടോപ്പിൽ മനുഷ്യരാണ്, പിന്നെ മൃഗങ്ങൾ, അങ്ങനെ അങ്ങനെ ലോവർ ഗ്രേഡിലേക്ക് പോയിട്ട് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് അവർക്ക് ലെസർ. പിന്നെ അത് നമ്മുടെ കോട്ടയാണ്. അപ്പൊ അതിനും പാപമുണ്ട്. അപ്പൊ അത് ആ പാപത്തിന് മുക്തനാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് വിത്ത് ലവ് ആൻഡ് ഡിവോഷൻ വി കൺസ്യൂം ദാറ്റ്. അല്ലാത്ത ആൾക്കാർ എന്താണ് പറയുന്നത്? ഭഗവാൻ നമ്മൾ പാപമാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്കുള്ള കോട്ട വെജിറ്റബിൾസ് അത് മാത്രം. അതാണ് നമ്മള് സത്വഗുണത്തിലുള്ള ഭക്ഷണം. തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ് നോൺ വെജിറ്റേറിയൻ. രജോ ഗുണത്തിലുള്ള ഭക്ഷണമാണ് സ്പൈസസ്, സ്പൈസി ആൻഡ് അതർ തിങ്സ്. അതിന് നോൺ വെജിറ്റേറിയൻ പെടും. പക്ഷേ തമോ ഗുണത്തിലെ ആൾക്കാർ അത് മാത്രം കൂടുതൽ കഴിക്കുന്നു. മറ്റത് രണ്ടും കൂടി മിക്സ് ആണ്. സത്വഗുണത്തിൽ എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, ജ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് നമുക്ക് കഴിക്കാം. പക്ഷെ അത് ഭഗവാന് സമർപ്പണം ചെയ്താൽ നമ്മൾ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മൾ മുക്തരാകും. അല്ലെങ്കിൽ എന്താണ്? നമ്മൾ വെറും പാപമാണ് കഴിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. So the devotees of the Supreme Lord or the persons who are in Krishna consciousness are called Santas, and they are always in love with the Lord, as it is described in the Brahma Samhita. Preman janachurida bhakti vilochanena santas sadaiva hridayeshu vilokayanti. Santas being always in a compact of love with the Supreme Personality of God, Govinda, the giver of all pleasures, or Mukunda, the giver of all, giver of liberation, or Krishna, the all attractive person, cannot accept anything
without first offering it to the Supreme Person. അപ്പൊ നമ്മളൊന്നും ഭക്ഷിക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല ഭഗവാന് സമർപ്പണം ചെയ്യാതെ. അങ്ങനെ ചെയ്യുന്ന എല്ലാവരും പാപികളാണ്. അപ്പൊ അതിന്റെ പാപം നമ്മൾ അനുഭവിക്കേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വരാൻ പോകുന്ന ജന്മത്തിൽ നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ പാടുന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. മനുഷ്യനായിട്ടുള്ള നമ്മളെല്ലാവരും എന്ത് കഴിക്കാൻ പാടും, എന്ത് കഴിക്കാൻ പാടില്ല, അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് അത് നമ്മുടെ ഭക്ഷണം പാചകം ചെയ്തിട്ട് ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് വിത്ത് ലവ് ആൻഡ് ഡിവോഷൻ, എന്നിട്ട് അതിന്റെ റെമനൻസ് നമ്മൾ കഴിക്കുക. റെമനൻസ് പറഞ്ഞാൽ ഭഗവാൻ ഒന്നും കഴിക്കുന്നില്ല, ഭഗവാൻ നോട്ടത്തിൽ തന്നെ എല്ലാം കഴിക്കും, അതേപോലെ നമുക്ക് തിരിച്ചു തരും ചെയ്യും. ഭഗവാൻ കഴിക്കാൻ തുടങ്ങിയ നാളെ മുതൽക്ക് നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്യില്ല. നാളെ മുതൽക്ക് നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്യും. ഭഗവാന്റേതാണ്, ഭഗവാൻ കണ്ട മാത്രയിൽ തന്നെ അതെല്ലാം കഴിക്കുകയും ചെയ്യും, അതേപോലെ ആസ് ഇറ്റ് ഈസ് നമുക്ക് തിരിച്ചു തരും ചെയ്യും. So therefore, such devotees always perform yajnas in different modes of devotional service, such as Shravanam, Kirtanam, Smaranam, Archanam, etc. And these performances of yajnas keep them always aloof from all kinds of contamination of sinful association in the material world. അപ്പൊ നമ്മള് ഇതും സാക്രിഫൈസ് ആണ്, നവവിധ ഭക്തി. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഇതും യജ്ഞമാണ്. ഭഗവാനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തരാകുന്നു. Others who prepare food for sense gratification are not only thieves but also the eaters of all kinds of sins. മറ്റുള്ളവര് ഭോഗ അവര് പ്രിപ്പയർ ചെയ്യുന്നു, അത് ഭഗവാന് സമർപ്പണം ചെയ്യാതെ കഴിക്കുന്നു. അവര് എന്താണ്, നോട്ട് ഓൺലി അവര് കള്ളന്മാർ മാത്രമല്ല, അവര് എല്ലാ പാപങ്ങളെയും ഭക്ഷിക്കുന്നു എന്ന് പറയുന്നു. So how can a person be happy if he is both a thief and a sinful? അപ്പൊ നമ്മള് എപ്പോഴും പറയുന്നു, അയ്യോ ഐ എം നോട്ട് ഹാപ്പി, ഓക്കെ, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ട്. എങ്ങനെ നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക, എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുക? ഇങ്ങനത്തെ കാര്യം നമ്മള് നമ്പർ 1 മോഷ്ടാക്കളാണ്, കള്ളന്മാരാണ്. എല്ലാം പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നു, അതിന് ഒരു താങ്ക്സ്, ഒരു ഫോർമാലിറ്റി കേൾക്കുന്നു, താങ്ക്സ് പറയുന്നില്ല. പിന്നെ എങ്ങനെ നമുക്ക് സന്തോഷം കിട്ടുക? പിന്നെ അതല്ല, നമ്മൾ ഒന്നും തിരിച്ച് ഭഗവാന് സമർപ്പണം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നു, പാപമാണ് കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും സന്തോഷം ശാന്തിയും കിട്ടില്ല എന്നാണ് പറയുന്നത്. It is not possible. Therefore, in order for people to become happy in all respects, they must be taught to perform the easy process of Sankirtana Yajna in full Krishna consciousness. Otherwise, there can be no peace or happiness in the world. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ ഭഗവാന് സമർപ്പണം ചെയ്യാതെ എന്ത് തന്നെ കഴിച്ചാലും ശരി, അത് പാപമാണ് കഴിക്കുന്നത് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. ഇത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക, അതാണ് വേണ്ടത്. So, very beautiful sloga. Yatne Sishtasino Santo Muchande Sarvakil Bishay Munjate Te Dugam Papa E Pachandi Atmakarana. Shanda means devotees. Yatne Sishta. Yatnethile Sishta എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന റെമനൻസ്. നമ്മൾ ഭഗവാന് യജ്ഞം ചെയ്യുന്നു, അതിന്റെ ശിഷ്ടം, അതിന്റെ ബാക്കി, അതിന്റെ റെമനൻസ്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കമന്റ്സ് ഈ ശ്ലോകത്തിനെ പറ്റിയിട്ട്? എന്തെങ്കിലും ഉണ്ടോ? ഒരു ശ്ലോകം കൂടി എടുക്കാം നമുക്ക്. ഓക്കെ, നമ്പർ 14. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവഃ. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവന്തി പർജന്യോ
യജ്ഞകർമ്മ സമുദ്ഭവ. ഓക്കെ, ശരണ്യ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യജ്ഞാത് ഭവന്തിയാണോ പ്രഭു? അന്നാദ് ഭവന്തി. അല്ല, യജ്ഞാത് ഭവന്തിയാണോ ഭവതിയാണോ? ഭവന്തി ഭവന്തി. എന്റെ ബുക്കിൽ ഭവതി എന്നതാ ഞാൻ ചോദിച്ചത്. അതില് അതില് യജ്ഞാതിന്റെ ഭവതിയാണ്, മറ്റേത് ആദ്യത്തെ ഭവന്തിയാണ്. അതെ അതെ, രണ്ടാമത്തതാ ചോദിച്ചത്. രണ്ടാമത്തെ ഭവതി. ഭവതി അല്ലെ? ശരി പ്രഭു. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. വെരി ഗുഡ്. ഓക്കെ, എന്റെ ഒപ്പോ ആരാണ്? ഒപ്പോ പേരില്ല, ടെലിഫോണിന്റെ മൈക്കാണ്. വായിക്കാൻ പറ്റുമോ ഇതിന്റെ വിവർത്തനം? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. എന്താണ് പറയുന്നത്? പ്രീതി മാതാജി അല്ലേ? അതെ പ്രഭു. അപ്പോ അന്നാത് ഭവന്തി ഭൂതാനി. അപ്പൊ എന്താണ് അന്നാത് ഭവന്തി ഭൂതാനി എന്ന് പറഞ്ഞാൽ, അന്നം കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ സർവൈവ് ചെയ്യുന്നത്. നമ്മളുടെ ശരീരം വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നം കഴിക്കണം, വേണ്ടേ? നമ്മളൊന്നും കഴിക്കാണ്ടിരുന്ന നമ്മുടെ ശരീരം എങ്ങനെ വളരുക? പുഷ്ടിപ്പെടുത്ത എങ്ങനെ ശരീരത്തിനെ അല്ലെ? നമുക്ക് ശക്തി എങ്ങനെ കിട്ടുക? എനർജി എവിടുന്ന കിട്ടുക? കഴിക്കണം, ഭക്ഷണം കഴിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, എങ്ങനെ ഗ്രോ ചെയ്യുന്നു, എങ്ങനെ നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഇത് അന്നം കൊണ്ടാണ്. ഇതാണ് അന്നാ ഭവന്തി ഭൂതാനി. എല്ലാ ജീവജാലങ്ങളും അന്നത്തെ, ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുന്നു. ആൻഡ് ഈ അന്നം എവിടുന്ന് വരുന്നു? അന്നം എവിടുന്ന് വരുന്നു? ഫ്രം റെയിൻ, അല്ലേ? റെയിൻ ഇല്ലാണ്ട് അന്നം ഉണ്ടാവുമോ? ഫുഡ് ഗ്രെയിൻസ് വേണമെങ്കിൽ റെയിൻ വേണം. സൈക്കിൾ അല്ലേ? അപ്പൊ അന്നം കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ സർവൈവ് ചെയ്യുന്നത്, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഗ്രോ ചെയ്യുന്നത്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ അന്നം വരുന്നത് എവിടുന്നാണ്? റെയിൻസ് നിന്ന്. റെയിൻസ് എവിടുന്ന് വരുന്നു? റെയിൻസ് എന്തുകൊണ്ടാണ് വരുന്നത്? യജ്ഞം കൊണ്ട്. ഉം? യജ്ഞം കൊണ്ട്. യജ്ഞം കൊണ്ട്. ഓക്കെ, ഗ്രെയിൻസ് വരണമെങ്കിൽ റെയിൻ വരണമെങ്കിൽ യജ്ഞം വേണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇന്ദ്രനെ യജ്ഞം ചെയ്തിട്ട് പ്ലീസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചത് ആരാണ്? ഭഗവാൻ തന്നെ, കൃഷ്ണൻ അല്ലേ? മുമ്പ് കാലത്തൊക്കെ, ഇപ്പോഴും നടക്കുന്നുണ്ട്, ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി യജ്ഞങ്ങൾ ചെയ്യുന്നു. അത് സാധാരണ ആൾക്കാര്. പക്ഷെ ശരിക്കും ഭക്തന്മാര് ഭഗവാൻ വിഷ്ണുവിനെ യജ്ഞം ചെയ്യുന്നത്. എന്തായാലും യജ്ഞം ചെയ്യണം. യജ്ഞത്തിൽ നിന്നാണ് മഴ വരുന്നത്, അല്ലേ? പിന്നെ ഈ യജ്ഞം എവിടുന്ന് വരുന്നു? അത് കർമ്മങ്ങളിൽ നിന്നുമില്ല. നമ്മളുടെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടിയാണ്. വർണ്ണാശ്രമ ധർമ്മത്തിൽ ഓരോരുത്തർക്കും ഓരോ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലേ? അതേപോലെ നമ്മള് മനുഷ്യരുടെ ഡ്യൂട്ടിയാണ് യജ്ഞങ്ങൾ ചെയ്യുക. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓൾ ലിവിംഗ് ബോഡീസ് subsist on food grains which are produced from rains. The rains are produced by performance of yajna cycle. Yajna is born of prescribed duties. അപ്പൊ നമ്മളുടെ ഡ്യൂട്ടിയാണ്, നമ്മുടെ കടമയാണ് യജ്ഞങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്? സങ്കീർത്തന യജ്ഞം കൊണ്ട് മഴ പെയ്ച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. പ്രഭുപാദർ ഹൈദരാബാദിലെ, മറ്റുള്ള ഫിജിയിലെ, മറ്റുള്ള രാജ്യങ്ങളൊക്കെ നമുക്ക് മഴയില്ലെങ്കിൽ ഭഗവാന് പ്രാർത്ഥിക്കാം, കുഴപ്പമില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക, പിന്നെ നഗര സങ്കീർത്തനം ചെയ്യുക ഡിവോട്ടീസ് ആയിട്ട്. ഹൈദരാബാദിലെ പ്രഭുപാദ അടച്ചത് ഭയങ്കര ഡ്രോട്ടായിരുന്നു, കുറെ കാലമായിട്ട് മഴയില്ല. അപ്പൊ പ്രഭുപാദ പറഞ്ഞു നഗര സങ്കീർത്തനം ചെയ്യാൻ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ. അതിനുശേഷം ഭയങ്കര മഴ പെയ്തു. ഫിജിയിലെ അങ്ങനെ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പോയ സമയത്ത് അവിടെ ക്ലാസ് എടുത്ത് ഇങ്ങനെ
കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഭഗവത്ഗീത ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത് കുറച്ച് ഡിവോട്ടി ചോദിച്ചു, മഹാരാജ് ഞങ്ങളുടെ ഇവിടെ നാട്ടില് 2-3 വർഷമായിട്ടും മഴയില്ല, ഡ്രോട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. നിങ്ങൾ ഇത്രയൊക്കെ സംസാരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന് മഴ പെയ്യിപ്പിക്കാൻ പറ്റും? അപ്പോ മഹാരാജ് ഒന്ന് പോസ് ചെയ്ത് പറഞ്ഞു, യെസ് സാധിക്കും. നഗര സങ്കീർത്തനം ചെയ്താൽ മതി, മഴ പെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഡിവോട്ടീസിന് ആകെ സംശയം, പേടി. മഹാരാജ് ഇത് കമ്മിറ്റ് ചെയ്തു നഗര സങ്കീർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും കൂടി നഗര സങ്കീർത്തനം ചെയ്താൽ മഴ പെയ്തു. മഴ പെയ്തില്ലെങ്കിൽ ആകെ പേര് ദൂഷ്യല്ലേ ഭഗവാൻ. അതായത് മഹാരാജിന്റെ ആ ഒരു ഭയങ്കര ദൃഢനിശ്ചയം, ആ വിശ്വാസം. എല്ലാവരും ചെയ്തു. നഗര സങ്കീർത്തനം 3-4 മണിക്കൂർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴക്കാറ് കൂടിയെന്നാ പറഞ്ഞു. മഴ പെയ്തു. ഭയങ്കര അത്ഭുതമായി എല്ലാവരും. ഫിജിയിൽ നടന്നാണ്. തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജ് പ്രഭാതയുടെ വൺ ഓഫ് ദ സീനിയർ ഡിസൈപ്പിളാ. അപ്പോൾ യജ്ഞങ്ങളിൽ നിന്നാണ് മഴ വരുന്നത്. അപ്പൊ ഏത് യജ്ഞങ്ങളും നമ്മൾ എസ്പെഷ്യലി കലികാലത്തിലെ യജ്ഞം എന്താണ്? നാമസങ്കീർത്തനം അല്ലേ? നാമസങ്കീർത്തനം യജ്ഞ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖ ശമനസ് തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം അതാണ്. സങ്കീർത്തനം നമ്മൾ വളരെ നമ്മളുടെ വളരെ സിൻസിയർ ഫെയ്ത്തോടുകൂടി, അൺഫ്ലിഞ്ചിങ് ഫെയ്ത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ എല്ലാം സംഭവിക്കും. പക്ഷേ എനിവേ നാമസങ്കീർത്തനം ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാവരും ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഇതിന് വേണ്ടിയിട്ടില്ല. നമ്മൾ നാമസങ്കീർത്തനം ചെയ്യുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ചെല്ലുന്നത് അതിന് വേണ്ടിയിട്ടില്ല. അതെല്ലാം നമുക്ക് എന്താണ്, എങ്ങനെയാണ് കിട്ടാൻ വെച്ചിരിക്കുന്നത്, നമ്മളുടെ കർമ്മത്തിന്റെ അനുസരിച്ച് നമുക്ക് കിട്ടും. ഇതൊരു ബൈ പ്രോഡക്റ്റ് ആണ്. നമ്മളുടെ പ്രൈമറി റീസൺ ഫോർ നാമസങ്കീർത്തനം ഇസ് ടു പ്ലീസ് കൃഷ്ണ. അവിടെ ഈ ബൗദ്ധ്യ തലത്തിലുള്ള കാര്യങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയല്ല നാമസങ്കീർത്തനം ചെയ്യുന്നത്, അത് മനസ്സിലാക്കും. ഇത് സാധാരണ ആൾക്കാർ, ഓർഡിനറി മെൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡിവോട്ടി ഇസ് ഓൺ എ ഹയർ ലെവൽ. Srila Baladev Vidyabhushana, a great commentator on the Bhagavad Gita, writes as follows: Ye Indradi Angadaya Vastidam Yajnam Sarveshwaram Vishnum Abhyarchatach Chesham Ashnadi Tena Tat Deha Yatram Sampadayanti Te Sanda Sarveshwarasya Yajna Purushasya Bhakta Sarva Kilbisher Anadi Kala Vivruddher ആത്മാനുഭാവ പ്രതിബന്ധകൈർ നിഖില പാപേ വിമുച്യന്തെ. Okay, Supreme Lord, അതിന്റെ ട്രാൻസ്ലേഷൻ ആണ്. The Supreme Lord, who is known as the Yajna Purusha or the personal beneficiary of all sacrifices, is the master of all demigods who serve him as the different limbs of the body serve the whole. ഭഗവാൻ ഭഗവത്ഗീത പറയുന്നുണ്ട് അർജുനോട്, ഭോക്താറാം യജ്ഞ തപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തിരിച്ചതി. അപ്പൊ ഇവിടെ ഭഗവാൻ മഹേശ്വരൻ എന്താണ്? ഈസ് എ പേഴ്സണൽ ബെനിഫിഷ്യറി ഓഫ് ഓൾ. എല്ലാ യജ്ഞങ്ങളുടെയും പേഴ്സണൽ ബെനിഫിഷ്യറി ഭഗവാനാണ്. ആൻഡ് ആ ഭഗവാനാണ് എല്ലാ ദേവതമാരുടെയും ഭഗവാൻ. ഗോഡ് ഓഫ് ഗോഡ്സ് ഹു സെർവ് ഹിം ആസ് ദ ഡിഫറെന്റ് ലിംസ് ഓഫ് ദ ബോഡി serve the whole. അപ്പൊ എങ്ങനെയാണ് അന്യ ദേവി ദേവതമാരെ എങ്ങനെയാണ് നമ്മളുടെ മറ്റുള്ള പാർട്സ് ഓഫ് ദ ബോഡി സേവിങ് ദ ഹോൾ ബോഡി, അതേപോലെ പാർട്സ് ഓഫ് ദ ബോഡിയാണ് ഡെമിഗോഡ്സ്. അവർ ദ ഹോൾ ബോഡി സുപ്രീം ലോർഡ് കൃഷ്ണ അല്ലെങ്കിൽ വിഷ്ണുവിനെ സെർവ് ചെയ്യുന്നു. ഡെമിഗോഡ്സ് ലൈക്ക് ഇന്ദ്ര, ചന്ദ്ര ആൻഡ് വരുൺ ആർ അപ്പോയിന്റഡ് ഓഫീസേഴ്സ് who manage material affairs, and the Vedas direct sacrifices to satisfy these demigods so that they may be pleased to supply air, light and water sufficiently to produce food grains. അപ്പോൾ നമ്മുടെ വേദങ്ങളിലും അതാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സാക്രിഫൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് അബൻഡന്റ്ലി നമുക്ക് കിട്ടുള്ളൂ. ലൈറ്റ്, വാട്ടർ, എയർ തുടങ്ങിയ grains, everything. When Lord Krishna is worshipped, the demigods who are different limbs of the Lord are also automatically worshipped. Therefore, there is no separate need to worship the demigods.
അപ്പൊ വളരെ ക്ലിയർ ആയില്ലേ? അതായത് നമ്മള് സെപ്പറേറ്റ് ആയിട്ട് ദേവി ദേവതമാരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. നമ്മുടെ കൈയും കാലും ഒക്കെ നമ്മുടെ ഹോൾ ബോഡിയുടെ പാർട്സ് അല്ലേ? അതേപോലെ ഡെമിഗോഡ്സ് ആർ ആൾസോ പാർട്സ് ഓഫ് ദ സുപ്രീം ഹോൾ. അപ്പോ ആ സുപ്രീം പേഴ്സണെ ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണുവിനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ ദേവി ദേവതമാരും തൃപ്തിപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരെ സെപ്പറേറ്റ് ആയിട്ട് പ്രത്യേകിച്ചിട്ട് അവരെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവരെല്ലാം ഈ ഇതിൽ കൃഷ്ണനിൽ ഇൻക്ലൂഡഡ് ആണ്, all inclusive ആണ്. For this reason, the devotees of the Lord who are in Krishna consciousness offer food to Krishna and then eat, a process which nourishes the body spiritually. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണന്റെ ഭക്തന്മാരെ ഭഗവാൻ കൃഷ്ണന് ഇതെല്ലാം സമർപ്പണം ചെയ്തിട്ട് അത് കൺസ്യൂം ചെയ്യുന്നു, കഴിക്കുന്നു. But by such action, not only are past sinful reactions in the body vanquished, but the body becomes immunized to all contamination of material things. When there is an epidemic disease, an antiseptic vaccine protects a person from the attack of such an epidemic. നമുക്കറിയാം, വളരെ റീസെന്റ് നമ്മൾ ബാധിച്ചാണ് കോവിഡ് അല്ലെ, ഒരു എപ്പിഡമിക്. അപ്പൊ അതിനെന്താണ് ആന്റിഡോട്ട് വാക്സിൻ അല്ലെ, ആന്റിസെപ്റ്റിക് വാക്സിൻ. ഒരുപാട് കമ്പനികൾ ഇറക്കിയിട്ടുണ്ട് വാക്സിൻ. അപ്പൊ അതെല്ലാം അതിനെ എതിർത്ത് അതിനെ തരണം ചെയ്യാൻ പറ്റുന്നു ഈ എപ്പിഡമിക്കിന്. Similarly, food offered to Lord Vishnu and then taken by us makes us sufficiently resistant to material infection. And one who is accustomed to practice is called a devotee of the Lord. Therefore, a person in Krishna consciousness who eats only food offered to Krishna can counteract all reactions of past material infections, which are impediments to the progress of self-realization. അതുകൊണ്ട് ഭക്തന്മാരെ ഭഗവാന് സമർപ്പണം ചെയ്യുമ്പോൾ അത് നമ്മൾ ബ്രഹ്മനൻസ് കഴിക്കുമ്പോൾ നമ്മളുടെ എല്ലാ പാപകർമ്മങ്ങളും നമ്മൾ കഴുകിക്കളയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല നമ്മുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് അത് സഹായിക്കുകയും ചെയ്യും. On the other hand, one who does not do so continues to increase the volume of sinful actions, and this prepares the next body to resemble hogs and dogs, suffer the resultant reactions of. അല്ലാത്ത ആൾക്കാരെ നമ്മളുടെ കർമ്മഫലത്തെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന്റെ ഫലമായിട്ട് നമ്മുടെ മനുഷ്യജന്മം കിട്ടാതെ മൃഗങ്ങളിലോ അല്ലെങ്കിൽ പക്ഷികളോ അല്ലെങ്കിൽ കൃമികീടങ്ങളായിട്ട് നമ്മൾ ജനിക്കേണ്ടി വരും. ആണ് പറയുന്നത് നെക്സ്റ്റ് ബോഡി ടു റിസംബിൾ ഹോഗ്സ് ആൻഡ് ഡോഗ്സ്. So material world is full of contaminations, and one who is immunized by accepting prasadam of the Lord, food offered to Vishnu, is saved from the attack, whereas one who does not do so becomes subjected to contamination. Food grains or vegetables are factually eatables. നമ്മളുടെ പുഷ്ടി, സന്തുഷ്ടി, തുഷ്ടി ഇതൊക്കെ നമ്മുടെ വെജിറ്റബിൾസ് ആൻഡ് ജ്യൂസ് എന്നും ഫ്രൂട്ട്സ് എന്നും ഒക്കെ കിട്ടുന്നു. ഓക്കെ, സന്തുഷ്ടി പറഞ്ഞാൽ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഭഗവാന് സ്പെസിഫിക്കലി അത് സമർപ്പണം ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് ആത്മസംതൃപ്തി കിട്ടും അല്ലേ? ഓ, നല്ല പ്രസാദം കഴിക്കാൻ പറ്റി, നമുക്കൊരു സംതൃപ്തി. സന്തുഷ്ടി നമുക്കൊരു എൻത്യൂസിയസം, നല്ലൊരു ഉണർവ്, എനർജി. പുഷ്ടി മീൻസ് നമ്മളുടെ ഡെവലപ്മെന്റ്, ഗ്രോത്ത്. അപ്പൊ നമ്മള് ഇങ്ങനെ പ്രസാദം കഴിക്കുമ്പോൾ തുഷ്ടി, പുഷ്ടി, സന്തുഷ്ടി ഇത് മൂന്നും കിട്ടുന്നു അല്ലേ? So the human being eats different kinds of food grains, vegetables, fruits, etc. And the animals eat the refuse of the food grains and vegetables, grass, plants, etc. Human beings who are accustomed to eating meat and flesh must also depend on the production of vegetarian in order to eat the animals. നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരും എന്തിനെ വെജിറ്റബിളിനെ ആശ്രയിക്കണം. കാണിച്ചാൽ വെജിറ്റബിൾ ഇല്ലാണ്ട് മൃഗങ്ങളും വളരില്ല അല്ലേ? Ultimately, they have to depend upon vegetables and grains. So therefore, ultimately, we have to depend on the production of the field, not on the production of big factories. ഇന്നത്തെ കാലത്ത് ഫീൽഡിനെല്ലാം അവർക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ഇന്നത്തെ ആൾക്കാരുടെ ഫാക്ടറീസ്. ആരാണ് ഇമ്പോർട്ടൻറ്റ്? The field production is due to sufficient rain from the skies.
And such reigns are controlled by demigods like Indra, sun, moon, etc. And they're all servants of the Lord. The Lord can be satisfied by sacrifices. Therefore, one who cannot perform them will find himself in scarcity. അതുകൊണ്ട് നമ്മള് യജ്ഞങ്ങൾ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് ഗ്രൈൻസും വെജിറ്റബിൾസും ഇതെല്ലാം അതിന്റെ സ്കാഴ്സിറ്റി നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ. അപ്പൊ നമ്മള് സാക്രിഫൈസ് ചെയ്യണം. എന്നാൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. That is the law of nature. Yajna, specifically the Sankirtana Yajna prescribed for this age must therefore be performed to save us at least from scarcity. At least നമ്മുടെ ആ ഭക്ഷണത്തിന്റെ സ്കാഴ്സിറ്റി ഇല്ലാതിരിക്കാൻ പറ്റില്ല. നമ്മള് സങ്കീർത്തന യജ്ഞം ചെയ്തേ പറ്റൂ. നമ്മള് കൃതജ്ഞത കാണിക്കണം ഭഗവാനോട്. നമ്മൾ ചൂഷണം ചെയ്യാൻ പാടില്ല, കള്ളന്മാരാകാൻ പാടില്ല, മോഷ്ടാക്കളാകാൻ പാടില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് സേ താങ്ക്സ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ, പ്രസാദം കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ ഭഗവാൻ ഓർക്കുക, ഭഗവാനോട് നന്ദി പറയാ. അതാണ് നമ്മുടെ പ്രസാദം കഴിക്കുന്നതിന് പറയുന്നത്. മഹാപ്രസാദി ഗോവിന്ദേ നാമ ബ്രാഹ്മണ വൈഷ്ണവി സർവപുണ്യപ്രദം രാജൻ വിശ്വാസം. ആ പ്രയറ് ചൊല്ലിട്ടാണ് നമ്മൾ കഴിക്കുക. കാരണം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് പ്രകടിപ്പിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രസാദം കഴിക്കുന്നു. അല്ലെങ്കിൽ ഭഗവാനെ, രാധാകൃഷ്ണ ഭഗവാനെ, ഓക്കെ, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിനെ എന്ത് കൊടുക്കണം? പ്രസാദം കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ പ്രയർ ചെല്ലണം നമ്മൾ ഭഗവാനെ ഓഫർ ചെയ്തിട്ട് കഴിക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഈ സങ്കീർത്തന യജ്ഞത്തിലൂടെ നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റും. നമുക്ക് പാപങ്ങളൊന്നും വരില്ല. അതേസമയം തന്നെ നമ്മളുടെ പുഷ്ടി, സന്തുഷ്ടി, തുഷ്ടി, ഇത് മൂന്ന് കാര്യങ്ങളും നടക്കും. പാപകർമ്മങ്ങളിൽ നിന്ന് മുക്തരാകും ചെയ്യും. അടുത്തത് ടെക്സ്റ്റ് 15 അടുത്ത ക്ലാസ്. മൂന്നെണ്ണം എടുത്തില്ല, 12, 13, 14. വാഞ്ചാകൽപതരുപേക്ഷ കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകോടി വൈഷ്ണവ ഗുരു മഹാരാജ്.